ഉല്ലാസ് ബാബു, അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. ഞാൻ തിരികെ എത്താം. CPM നേതാവ് ശ്രീ എ സമ്പത്ത് നമുക്കൊപ്പം ചേരും. ശ്രീ എ സമ്പത്ത്, ഇത് ജനാധിപത്യ മര്യാദയാണ് CPI ഉയർത്തിപ്പിടിച്ചത്, മന്ത്രി പി പ്രസാദ് ഉയർത്തിപ്പിടിച്ചത് എന്ന് കോൺഗ്രസ് അടക്കം പറയുന്നു. അതിൽ ഏതെങ്കിലും തർക്കമുണ്ട് എന്ന് തോന്നുന്നുമില്ല. ഇതിനകത്തുള്ള വിഷയം CPM ഇന്ന് പറഞ്ഞിരിക്കുന്നു CPIയുടെ നിലപാടാണ് ഞങ്ങൾക്കെന്ന് ഇന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഗോവിന്ദൻ മാഷ് അത് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്തൊന്നും പറയുന്നില്ല? ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന കാലത്ത് എടുത്തിരുന്ന പോലെയുള്ള ഒരു ശക്തമായ നിലപാട് ഇതിനകത്ത് എടുക്കുന്നില്ലല്ലോ എന്ന് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമുണ്ട്. ഇതിനകത്ത് CPIക്ക് ഈ വിഷയത്തിനകത്ത് എടുക്കാൻ കഴിയുന്ന ആ ദൃഢനിശ്ചയം, ഉറച്ച നിലപാട് CPMന് ഇല്ല എന്നുണ്ടോ? അപർണ, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനായി എടുത്തതുകൊണ്ടും താങ്കളുടെ ഈ ചോദ്യത്തിനും ഞാൻ ആദ്യമായി നന്ദി പറയുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയുടേതായ പ്രസ്താവനയും കേരള സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയും അത് അന്നേ ദിവസം തന്നെ വന്നതാണ്. ഇന്നലെ അച്ചടിച്ചു വന്ന മാധ്യമങ്ങളിലും ഈ പറയുന്ന രണ്ടുപേരുടെയും, പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസ്താവന ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, CPIയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തെ സംബന്ധിച്ച് എന്നെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലും മിനിഞ്ഞാന്ന് മറ്റൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലും പങ്കെടുത്തതുപോലെ ഞാൻ ഇന്ന് ന്യൂസ് 18ലും അത് ആവർത്തിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഉള്ള വിഷയം എന്നുള്ളത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏതെങ്കിലും ഗുസ്തിയെന്നോ വൈരമെന്നോ പോരാട്ടമെന്നോ ഉള്ള നിലയിലേക്കൊന്നും ആരും ധരിക്കേണ്ടതില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഞാനിതിന്റെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാനിതിന്റെ ഭരണഘടനാപരമായ വിഷയവും ഇതിന്റെ നിയമവും ഈ ചട്ടത്തിലും മാത്രം നിൽക്കാനായി ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കടന്നു വരുന്നതിന് ലേശം വൈകിയത് അത് എന്റേതായ എന്തെങ്കിലും പോരായ്മയായി പ്രേക്ഷകരും ദയവായി തെറ്റിദ്ധരിക്കരുത്, അപർണയും അങ്ങനെ കരുതരുത്. നമ്മുടെ ഈ ടെലിവിഷൻ ക്രൂ ഇവിടേക്ക് എത്തിയപ്പോൾ അവർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു അല്പസമയം വൈകിപ്പോയതാണ്. ഇവിടെ ഭാരതത്തെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ചെല്ലാം പറയുകയാണ്. ഇതാണല്ലോ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം. ഇതാണല്ലോ. ഇതിൽ വെളുത്ത് കാണുന്നതെല്ലാം തന്നെ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്നത് പലപ്പോഴും ഈ നമ്മുടെ ഒരു കലണ്ടർ വർഷത്തിൽ കൂടുതൽ അങ്ങനെ, അതുകൊണ്ടാണ് ഈ വടക്കും അതുപോലെ തന്നെ മറ്റു ചില സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെ. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം. നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുള്ള ഇന്ത്യയുടെ ഈ രാഷ്ട്രീയ ഭൂപടം ഈ രാജ്യത്തെ, ഈ രാഷ്ട്രത്തെ മാതൃഭൂമിയായി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്നുള്ളതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കുന്നു. ഇപ്പോ കേരളത്തിലെ ഗവർണർ ഇവിടെ രാജ്ഭവനിൽ ഇത്തരം ഒരു കാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. അപ്പോൾ അതിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിച്ചു, ഇപ്പോൾ ഇത് നടാടെയാണ്, അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടി പരിശോധിക്കുമ്പോൾ നന്നായിരിക്കും. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസാനത്തെ ഏതാണ്ട് 2 കൊല്ലക്കാലത്തോളം കേരളത്തിലെ LDF സർക്കാരുമായി കൊമ്പുകോർക്കാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യവും. അങ്ങനെ കൊമ്പുകോർത്ത് അദ്ദേഹം നാട് വിട്ട് ഇവിടെ നിന്ന് ബീഹാറിലേക്ക് പോകേണ്ടി വന്നുവെങ്കിലും കേരള ഹൈക്കോടതിയിൽ നിന്നും അങ്ങനെ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിന്നടക്കം നിരവധി തവണ കൊട്ടുകിട്ടിയ ഒരു ഭരണഘടനാ ചുമതല വഹിച്ച ഒരു മനുഷ്യൻ കൂടിയാണ്. പഞ്ചാബിലെ ഗവർണറും ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണറും ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണറും തമിഴ്നാട്ടിലെ ഗവർണറും ഒക്കെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് പലതവണ തലയ്ക്ക് കിഴുക്ക് കിട്ടിയതാണ്. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്നുള്ളതുപോലെ തന്നെ അവരങ്ങനെ തുടരുകയും കേരളത്തിലെ ഗവർണർ നേരത്തെ വായിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയും ചെയ്തത് ഏതെങ്കിലും കാരണവശാൽ ഇത് ഏതെങ്കിലും ഹൈക്കോടതി ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ സംബന്ധിച്ചാണ് പരാമർശം നടത്തിയിരുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയെല്ലാം കൊണ്ടാടുമായിരുന്നു. ഇനി കേരളത്തിലെ ഗവർണറോട്, അദ്ദേഹത്തോട് ആദരവോടുകൂടി തന്നെ, ഭരണഘടനാ തലവനാണ്, ആദരവോടുകൂടി തന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ചിത്രം ആരാണ് വരച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന്റെ ആരംഭകാലത്ത് അത്തരത്തിൽ അമരീന്ദ്രനാഥ് ടാഗോർ അങ്ങനെ രചിച്ചതായിട്ടുള്ള ഈ ചിത്രം നമ്മൾ ഭാരതാംബയുടെ ചിത്രം എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു. നമ്മുടെയും പലരുടെയും വീടുകളിൽ ഈ ചിത്രം സൂക്ഷിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ അത് ഒരു ഭാരതാംബയുടെ ചിത്രം. ഇനിയോ ഇതും മറ്റൊരു ഭാരതാംബയുടെ ചിത്രം, മറ്റൊരു ചിത്രം.
ഇതും ഭാരതാംബയുടെ മറ്റൊരു ചിത്രം അല്ലേ? ശരി, ഞാൻ ആദ്യം കാണിച്ച ചിത്രം എന്നത് ഇന്ത്യ ഒരു അമൂർത്തമായ സങ്കല്പം മാത്രമായിരിക്കുകയും രാഷ്ട്രീയമായി ഏകീകരിക്കപ്പെട്ട് നിരവധി നാട്ടുരാജ്യങ്ങൾ പരസ്പരം മത്സരിച്ച് പോരടിച്ച് ആ വിധത്തിൽ രാജാക്കന്മാരുടെ ഇളമുപ്പ് തർക്കങ്ങളെല്ലാം ഒരു 300 കൊല്ലക്കാലത്തോളം വൈദേശിക ആധിപത്യത്തിന് കീഴിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് അവിടെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം അത്തരത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറായി വന്ന് അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയത്. ഇതാ ഈ കാണുന്നതിലെ മഹാരഥന്മാരുടെ ചിത്രത്തിന്റെ നടുക്കും ഒരു ഭാരതാംബയുടേതായ ചിത്രമുണ്ട്. ഇതും ഒരു ഭാരതാംബയുടെ ചിത്രമാണ്. തീരുന്നില്ല, നിരവധി ഭാരതാംബമാരുടെ ചിത്രങ്ങൾക്കിടയിൽ തന്നെ ഇതാ ഈ ചിത്രം കൂടി അപർണയും നമ്മുടെ പ്രേക്ഷകരും ഒന്ന് കാണണം. ഈ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ ആദ്യം കാണുന്നത് അത് ബ്രിട്ടാനിക്ക എന്ന് വെച്ചാൽ അത് ബ്രിട്ടീഷ് മഹാറാണിയെ അത്തരത്തിൽ ദേവതയായി പ്രകീർത്തിച്ചുകൊണ്ട് അക്കാലത്ത് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതായ ചിത്രമാണ് ഇത്. ഇപ്പോൾ RSSന്റെ ശാഖകളിൽ ബൈഠക്കുകളിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രമാണ് ഇത്. അഖണ്ഡ ഭാരതത്തെക്കുറിച്ചെല്ലാം ഒരുപാട് പരാമർശിക്കുമ്പോൾ തന്നെ ഒരു കാര്യം അറിയേണ്ടത് 1929ലും 1931ലും ഇന്നത്തെ RSSന്റെ ആദിമരൂപമായിരുന്ന അങ്ങനെയാണല്ലോ ഈ തറയിലിഴയുന്ന അണലി പിന്നീട് അതിന്റെ പടം പൊഴിച്ചത് മുറ്റിക്കഴിയുമ്പോൾ അത് മരത്തിലേക്ക് കയറി കൊമ്പേറിയാകുന്നത് പോലെ രാഷ്ട്രീയാധികാരം കിട്ടുമ്പോൾ RSS BJP ആകുന്നത് പോലെ RSSലേക്ക് ഹിന്ദു മഹാസഭയുടെ വളർച്ച എന്നുള്ളത് എങ്ങനെ ആ മുസ്ലിം ലീഗുമായി നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലും അന്നത്തെ അവിഭക്ത ബംഗാളിലും സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹിന്ദു മഹാസഭ നിലപാടെടുക്കുകയും സർക്കാർ ഉണ്ടാക്കി മുന്നണി ഭരണം നടത്തുകയും ആ ഭരണത്തെ സവർക്കറടക്കം ന്യായീകരിക്കുകയും ചെയ്തിരുന്നു എന്നതും ആ സവർക്കറിന്റെ ചിത്രത്തിന് മുന്നിലാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയി വിളക്ക് കൊളുത്താനായി പോയത് എന്നുള്ളതും മറ്റൊരു കാര്യം. ഇനി വേറൊന്ന്, ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ആക്ട് ഉണ്ട്, ഇന്ത്യയുടെ നാഷണൽ എംബ്ലംസുമായി ബന്ധപ്പെട്ട ആക്ട് ഉണ്ട്. തീരുന്നില്ല, ഇന്ത്യയുടെ ദേശീയ ഭൂപടത്തെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാണ്. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഇന്നലെ ഗവർണർ രാജ്ഭവനിൽ അദ്ദേഹത്തിന് അങ്ങനെ അവിടെ ഏത് ചിത്രവും വയ്ക്കാം. അദ്ദേഹത്തിന്റെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാം, എന്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം വയ്ക്കാം, ഇവരുടെ പലരുടെയും വീട്ടിൽ വെച്ചിട്ടുള്ള ഭാരതാംബയുടെ ചിത്രം വയ്ക്കാം, സ്വന്തം അമ്മയുടെ ചിത്രം വയ്ക്കാം, അതൊക്കെ വയ്ക്കാം. വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഒരാളുടെ വീട്ടിലേക്ക് അത്തരത്തിൽ ഔദ്യോഗിക വസതിയായാൽ പോലും അവരുടെ പ്രാർത്ഥനാ മുറിയിലോ അവരുടെ കിടപ്പ് മുറിയിലോ അതല്ല അവരുടേതായിട്ടുള്ള വ്യക്തിപരമായി അവർ ക്രയവിക്രയം ചെയ്യുന്ന ഒരു മുറിയിലോ അത്തരം കാര്യങ്ങൾ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വി ഷുഡ് നോട്ട് ബി എ പീപ്പിംഗ് ടോം. അങ്ങനെ അവരുടെ കുളിമുറിയിലേക്കൊന്നും എത്തി നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഒരു പൊതുചടങ്ങ് എന്നുള്ള നിലയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായിരിക്കുമ്പോഴും പരിസ്ഥിതി ദിനാചരണം രാജ്ഭവനിൽ നടത്തിയിട്ടുണ്ട്. ബന്ധം നല്ലതല്ലാതിരുന്നപ്പോഴും ആ പരിസ്ഥിതി ദിനാചരണം നടത്തിയിട്ടുണ്ട്. ഫലവൃക്ഷ തൈകളുടേതായിട്ടുള്ള വിതരണം നടത്തിയത്. ഇവിടെ എന്താണ്, ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ടങ്ങ് നിർത്തി ഈ കാര്യത്തിൽ പറയാം. ഈ പരിപാടി അവിടെ നടത്താനായി അത്തരത്തിൽ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇത് രാജ്ഭവനിൽ നിന്ന് അയച്ചു തന്ന മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ്. ഓപ്പൺ ഡോക്യുമെന്റ് ആണ്, മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാമാണ്. ഇത് ഇപ്പോൾ അപർണയുടെ കയ്യിലും ഉണ്ടാവും. ഇതിൽ പറയുകയാണ് 5/6/2015 11 മണി കേരള രാജ്ഭവൻ, 11 മണി നാഷണൽ ആന്തം, 11:01 പ്രയർ പ്രാർത്ഥന, 11:05 വെൽക്കം അഡ്രസ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൃഷി വകുപ്പ്, 11:10 ഇൻട്രൊഡക്ഷൻ ഡയറക്ടർ കൃഷി വകുപ്പ്, 11:15 കീനോട്ട് അഡ്രസ് സ്ഥലം MLA അഡ്വക്കേറ്റ് P പ്രശാന്ത്, 11:20 പ്രസിഡൻഷ്യൽ അഡ്രസ് അധ്യക്ഷ പ്രസംഗം P പ്രസാദ് കൃഷി വകുപ്പ് മന്ത്രി, 11:30 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് ആൻഡ് ചീഫ് ഗസ്റ്റിന്റെ അഡ്രസ് ആരാ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഓണറബിൾ ഗവർണർ ഓഫ് കേരള, 12 മണിക്ക് നാഷണൽ ആന്തം, പ്ലാന്റിംഗ് ഓഫ് ഫ്രൂട്ട് പ്ലാന്റ്സ് അറ്റ് രാജ്ഭവൻ ക്യാമ്പസ്. ഇതാണ് രാജ്ഭവൻ എന്ന് മാത്രമല്ല അപർണയും നമ്മുടെ ചങ്ങാതിമാര് മനസ്സിലാക്കാനുള്ളത് രാജ്ഭവനിൽ നിന്ന് മന്ത്രി ഓഫീസിലേക്ക് ഇങ്ങനെ കൊടുത്തതിനകത്ത് പറയുകയാണ് ഡീവിയേഷൻ ഫ്രം ദ എബോവ് പ്രോഗ്രാം ഷാൽ നോട്ട് ബി അലൗഡ്. എങ്ങനെ ഇതിൽ യാതൊരു വ്യത്യാസവും വരുത്താനായി അനുവദിക്കില്ല എന്ന ഇത് പകലയച്ചതാണ്. നേരം ഇരുട്ടിക്കഴിയുമ്പോൾ ഇഴജന്തുക്കൾ പുറത്തിറങ്ങുകയും ചെന്നായും കുറുക്കനുമെല്ലാം പുറത്തിറങ്ങുകയും അത്തരത്തിൽ കടവാവലുകളെല്ലാം പറക്കുകയും ചെയ്യുമ്പോൾ രാജ്ഭവനിൽ നിന്ന് അടുത്തതായ ഇൻഡാസ് പോവുകയാണ്. ഇത് രണ്ടാമത്തെ മിനിറ്റ് പ്രോഗ്രാമാണ്. ഈ മിനിറ്റ് പ്രോഗ്രാമിൽ 11 മണിക്ക് ദേശീയ ഗാനം, 11:01 ലൈറ്റിംഗ് ഓഫ് ലാമ്പ് ആൻഡ് ഫ്ലോറൽ ട്രിബ്യൂട്ട് ടു ലോഡസ് ഭാരതാംബ. അത് കൊള്ളാം. ഈ ലോഡെന്നും ലോഡസ് എന്നും അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നൊന്നും ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇല്ല. അതും കൂടി ആലോചിക്കണം. എവിടെയാണ് മനസ്സ്? സ്റ്റിൽ ക്ലിങ്ങിങ് ടു ദ കൊളോണിയൽ ബാഗേജസ് എന്നുള്ളതും ആ കാലത്തെ ഫ്യൂഡൽ പ്രഭുത്വത്തിന്റെ അവശിഷ്ടങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് വന്നതാണ്. പിന്നെ
താഴോട്ടെല്ലാം വന്ന് വെൽക്കം അഡ്രസ്, ഇൻട്രഡക്ഷൻ, മറ്റു കാര്യം തീരുന്നില്ല. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഈ പരിസ്ഥിതി ദിനാചരണമെല്ലാം നടത്തുമ്പോൾ നമ്മുടേതായ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരു കൃഷിക്കാരന്റെ പ്രതിനിധിയെയും ഒരു കർഷക തൊഴിലാളിയുടെ പ്രതിനിധിയെയും അവിടെ നമ്മൾ വേദിയിലിരുത്തും. നമ്മൾ മണ്ണിനെ ആരാധിക്കുന്നു എന്നത്, നമ്മൾ കൃഷിയെ നമ്മുടെ തൊഴിലാണ്, നമ്മുടെ അന്നമാണ്, നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തം ആ കൃഷിക്കാരുടെ വിയർപ്പിന്റെയും കണ്ണുനീരിന്റെയും എല്ലാം ഫലമാണ്. ആ ചോര വിയർപ്പായതുകൊണ്ടാണ്. കർഷകന്റെ കയ്യിൽ ചേറ് പുരളുന്നത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ചോറ് പുരളുന്നത് എന്നെല്ലാവരും ഓർക്കണം. ആ കർഷകനെയും കർഷക തൊഴിലാളിയെയും വേദിയിലിരുത്താൻ പോലും രാജ്ഭവൻ അനുവദിച്ചില്ല എന്നുള്ളത് കൂടി അറിയുമ്പോഴാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പ്രതിമാസ പെൻഷൻ കൊടുത്ത സഖാവ് VK നായനാരുടെ നാട്ടിൽ ആ പെൻഷനെ സംബന്ധിച്ച് ആരൊക്കെ ഇനി എന്തൊക്കെ തർക്കങ്ങൾ ഉന്നയിച്ചാലും 1600 രൂപയിലേക്ക് പ്രതിമാസം എത്തിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഈ കർഷകനെയും കർഷക തൊഴിലാളിയെയും ഡയസിലിരുത്താൻ പോലും അനുവദിക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം, ഒരു വ്യക്തിക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നിയമവിരുദ്ധമല്ലാതെ എന്ത് കാര്യവും അവരുടെ സ്വകാര്യതകളിലാകാം. എന്നാൽ ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്നവർ ആ തരത്തിലുള്ള അതിന്റെ മാന്യതയും ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിക്കണം. കൂടുമ്പോൾ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ കുറയും. സ്ഥാപനം അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം വഹിക്കുന്നവർ ആ മര്യാദ പാലിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിന് ഉത്തരം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുലേക്ക് ഞാൻ വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.